പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള താരങ്ങളാണ് പേളിയും മാണിയും ഭർത്താവ് ശ്രീനിഷും. ബിഗ് ബോസിൽ വെച്ചാണ് ഇവർ പ്രണയത്തിലാവുന്നത്. ബിഗ് ബോസിന് പുറത്തിറങ്ങിയതിന് പിന്നാലെ ഇവർ വിവാഹിതരാവുകയും ചെയ്തു. കഴിഞ്ഞ ജനുവരിയിലാണ് പേളിയും ശ്രീനിക്കും രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചത്. നിറ്റാര എന്നാണ് രണ്ടാമത്തെ കുട്ടിയുടെ പേര്. ഇപ്പോൾ നിറ്റാര ബേബിയുടെ ആദ്യ ഫ്ലൈറ്റ് യാത്രയുടെ വിശേഷങ്ങളും നിറ്റാര ബേബിക്ക് വേണ്ടി നടത്തുന്ന നേർച്ചയെക്കുറിച്ചുമാണ് പേളി പറയുന്നത്. ഈ യാത്രയിൽ നിലയും ശ്രീയും ഇല്ല. മമ്മിയെ കൂടെ കൂട്ടിയാണ് നിറ്റാരയുമായി താൻ യാത്ര പോകുന്നത് എന്നാണ് പേളി പറയുന്നത്. ഇന്ത്യയിലെ തന്നെ ബിഗ്ഗസ്റ്റ് യൂത്ത് ഫെസ്റ്റിവലായ അണ്ടർ 25 സമ്മിറ്റിന് വേണ്ടി ബാംഗ്ലൂർ പോകുന്ന യാത്രയുടെ വിശേഷങ്ങളും പേളി പറയുന്നു. ഈ പ്രാവശ്യം വാവയെയും കൊണ്ടാണ് പോകുന്നതെന്നും അതിൽ ടെൻഷൻ ഉള്ളത് ശ്രീനി തൻ്റെ കൂടെ വരുന്നില്ല എന്നതാണെന്നും പേളി മാണി പറയുന്നു. സാധാരണ ശ്രീനി ഉണ്ടെങ്കിൽ എല്ലാ തലവേദനയും ശ്രീനി നോക്കിക്കൊള്ളുമെന്നും ശ്രീനിയുടെ ഏറ്റവും വലിയ തലവേദന താനാണെന്നും തമാശയ്ക്ക് താരം പറയുന്നു. ശ്രീനി ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ടിരിക്കുകയാണെന്നും 41 ദിവസത്തെ കഠിനമായ വ്രതത്തിലാണ് ഉള്ളതെന്നും തനിക്ക് ഇത് പുതിയൊരു അനുഭവമാണെന്നും പേളി പറയുന്നുണ്ട്. താനും ശ്രീയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നും ഇപ്പോൾ താനും വെജിറ്റേറിയനാണെന്നും പേളി പറഞ്ഞു. വേറെ ഒരു മുറിയിൽ തറയിൽ പായ വിരിച്ചാണ് ശ്രീനി ഉറങ്ങുന്നത്. ശ്രീനി രാവിലെയും വൈകിട്ടും 2 നേരം കുളിക്കും, അമ്പലത്തിലും പോകും. പേളി പറഞ്ഞു. താൻ നോൺ വെജ് കഴിക്കാതിരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലെങ്കിലും ശ്രീനിക്ക് വേണ്ടി താൻ കഴിക്കുന്നില്ലെന്നും താൻ മാത്രമല്ല വീട്ടിൽ ആരും ഇപ്പോൾ നോൺ വെജ് കഴിക്കുന്നില്ല എന്നും താരം പറഞ്ഞു. നിറ്റാരയ്ക്ക് വേണ്ടിയാണ് ശ്രീനി വ്രതം എടുക്കുന്നതെന്നും പേളി പറയുന്നുണ്ട്. കുഞ്ഞിനെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ആദ്യത്തെ സ്കാനിങ്ങിന് പോയ സമയത്ത് ആദ്യ ഹാർട്ട് ബീറ്റ് കേട്ട ദിവസം താനും ശ്രീനിയും നല്ല ടെൻഷനിൽ ആയിരുന്നുവെന്നും അന്ന് ശ്രീനി തന്നോട് പറയാതെ തന്നെ ഈ നേർച്ച നേർന്നുവെന്നും പേളി മാണി പറഞ്ഞു.